നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളിൽ പൂർണ്ണതയും അനുഭവങ്ങളും പുരോഗതിയും ഉണ്ടാകുന്നത് വഴി ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. നടപടിക്രമങ്ങളൊക്കെ നടക്കും. എന്നിരുന്നാൽ നിയമനാനുമതി ഒരുപക്ഷെ നവംബർ മാസത്തിന് ശേഷമേ വരുവാൻ സാധ്യതയുള്ളൂ. ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ അമ്മയ്ക്കും ബന്ധുമിത്രാദികൾക്കും അസുഖങ്ങൾ ഉണ്ടാകുന്നത് വഴി ഒരുപക്ഷെ 1-2 ദിവസം അവധിയെടുത്തുകൊണ്ട് അവരെ ശുശ്രൂഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിടവരുമെങ്കിൽ പോലും അമിത വേഗതയുള്ള വാഹന ഉപയോഗം, അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്ര പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. നിലവിലുള്ള ജോലി നിലനിർത്തിക്കൊണ്ട് തന്നെ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ചിലർക്ക് ഏർപ്പെടുവാനും വേറെ ചിലർക്ക് ഹ്രസ്വകാല കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാനും അവസരമുണ്ടാകും. ഒരുപക്ഷെ ഒരു കൃഷി കൂട്ടായ്മയിൽ പങ്കുചേർന്ന് ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതികളായതുകൊണ്ട് സ്വല്പം പണച്ചെലവ് കൂടുതലുണ്ടാകുമെങ്കിൽ പോലും ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആദായം ലഭിക്കുന്ന വിധത്തിൽ ആധുനിക കൃഷി രീതികൾക്കായിരിക്കാം ഒരു തയ്യാറെടുപ്പിന് സാധ്യത കാണുന്നതുമുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഇടവരും. മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായുള്ള ഒരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാനിടയുണ്ട്. പലപ്പോഴും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അനുവർത്തിക്കുന്നത് വഴിയും അവലംബിക്കുന്നത് വഴിയും സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടവരും. സത്യസന്ധവും നീതിയുക്തവുമായുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവരും കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. ഓണക്കാലത്തിനോടനുബന്ധമായി വർഷങ്ങളായിട്ട് അന്യനാട്ടിൽ താമസിക്കുന്ന പലർക്കും ജന്മനാട്ടിലേക്ക് സെപ്റ്റംബർ മാസത്തിൽ ജന്മനാട്ടിലേക്ക് വരുവാനായിട്ട് ഒരുപക്ഷെ ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ അതിനു വേണ്ടതായുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടയുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനാൽ പലപ്പോഴും പ്രവൃത്തി പരിചയമില്ലാത്ത മേഖലകളാണെങ്കിൽ പോലും ആത്മവിശ്വാസം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. വിതരണ മേഖലകളിൽ കഴിഞ്ഞ 3-4 മാസമായിട്ട് അനുവർത്തിച്ചു വരുന്ന പുതിയതായിട്ടുള്ള പ്രചരണ രീതികളും പരസ്യ രീതികളൊക്കെ തന്നെ അനുകൂലമായ സാഹചര്യങ്ങളെ കൊണ്ട് ധാരാളം അന്വേഷണങ്ങളും അവസരങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. ജീവിത നിലവാരം മെച്ചപ്പെടുവാൻ സാധ്യതയുള്ളതുകൊണ്ടും മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന ആശയത്തോടുകൂടിയും കൂടുതൽ വിസ്തൃതിയുള്ള ഒരു ഗൃഹം വാങ്ങിക്കുവാനോ ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിക്കുവാനോ സാധ്യത കാണുന്നതുമുണ്ട്. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട ധാരാളം യാത്രകൾ വേണ്ടി വരുവാനിടവരുമെങ്കിൽ പോലും ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ചിലർക്ക് പകർച്ചവ്യാധിയോ സാംക്രമിക രോഗങ്ങളോ പിടിപെടുവാനും സാധ്യതയുണ്ട്. പിതാവിന് തന്റെ ഏറ്റവും നല്ലൊരു പദവിയോടുകൂടി നല്ലൊരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി വളരെ ആശ്വാസം ഉണ്ടായിത്തീരുക മാത്രമല്ല, ഇതിന്റെ വെളിച്ചത്തിൽ കടങ്ങളൊക്കെ വീടുവാനുള്ള സാധ്യതകൾ പോലും ഉണ്ട് എന്നറിഞ്ഞതുകൊണ്ട് ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. പലപ്പോഴും മേലധികാരികളുടെ പ്രതിനിധിയായി പ്രവർത്തിക്കാനൊരു അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ അവസരം വന്നു ചേരും. സാഹചര്യങ്ങൾക്കനുസരിച്ച് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുവാനിടയും വന്നു ചേരുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാൻ ഇടയുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുന്നതിന് ഭാഗമായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാൻ അവസരം വന്നു ചേരും. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായുള്ള ഒരു ഉദ്യോഗം ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും.
വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുന്നത് വഴി വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം തൊഴിൽ മേഖലകളിലും സ്വന്തമായി നടത്തി വരുന്ന പ്രസ്ഥാനത്തിലും കുടുംബത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരം ഉണ്ടായിത്തീരും. നിർത്തിവച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. ഒരുപക്ഷെ ഓഗസ്റ്റ് 17 ശേഷം നല്ല ദിവസം നോക്കി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പുനരാരംഭിക്കുവാനും 9 മാസത്തിന്റെ ഉള്ളിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാനും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നത് വഴി തൊഴിൽ മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ, പുതിയ ഭരണ സംവിധാനം അവലംബിക്കാൻ അവസരം വന്നു ചേരും. ചില ജോലിക്കാർക്കും കീഴ് ജീവനക്കാർക്കൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും അവരുടെ നന്മയ്ക്കും നേട്ടത്തിനും ഇത് ഗുണകരമായി തീരും, ഉപകാരപ്രദമായി തീരും എന്ന നിർദ്ദേശം നൽകുകയും അതിന്റെ വെളിച്ചത്തിൽ മാസത്തിന്റെ പകുതി മുതൽ അവരുടെ സഹായ സഹകരണം പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഉദ്ദേശശുദ്ധിയോടുകൂടിയതായുള്ള പ്രവർത്തനങ്ങൾ സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട ധാരാളം യാത്രകളും ചർച്ചകളും വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് കുടുംബഭാരങ്ങളെല്ലാം തന്നെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ള അപേക്ഷകൾക്ക് അനുമതി ലഭിക്കുവാൻ പോലും സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും വിരോധികളായിരുന്ന പലരും കഴിഞ്ഞ 2-3 മാസമായിട്ട് അവർ ലോക്യം കൂടുവാനായിട്ട് വന്നു ചേരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അവരുടെ സ്വാർത്ഥ താല്പര്യം തന്നെ ആയിരിക്കാം ഇതിന് മുഖ്യം എന്ന് മനസ്സിലാക്കേണ്ടതുമാണ്. എന്തായാലും പണം കടം കൊടുക്കുക, കടം വാങ്ങുക, ജാമ്യം നിൽക്കുക, മധ്യസ്ഥയ്ക്ക് പോവുക, കുറി ചേരുക, കൂട്ടുകാരുമായി കച്ചവടം നടത്തുക എന്നിവയൊന്നും തന്നെ ഈ ഒരു ആഗസ്റ്റ് മാസത്തോടെ തുടങ്ങി വെക്കുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നത് അബദ്ധമായി തീരുവാൻ സാധ്യതയും കാണുന്നതുമുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുത്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുന്നത് വഴി ഒരുപക്ഷെ ഒരു പൂർണ്ണത എന്ന് പറഞ്ഞത് മാസത്തിന്റെ 2ാമത്തെ പകുതിയിലായിരിക്കാം. എന്നിരുന്നാൽ പോലും അതിന്റെ വെളിച്ചത്തിൽ ഉദ്ദേശിച്ച തലത്തിൽ പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും സ്വന്തമായി നടത്തിവരുന്ന പ്രസ്ഥാനത്തിൽ വളരെയധികം അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഉദ്യോഗത്തിലിരിക്കുന്നവർക്കാണെങ്കിൽ പഠിച്ച വിഷയത്തിനോടനുബന്ധമായുള്ള ഒരു ഉയർന്ന തസ്തിക ലഭിക്കുക, അല്ലെങ്കിൽ നിലവിലുള്ള സ്ഥാപനത്തിൽ തന്നെ മറ്റൊരു വിഭാഗത്തിന്റെ പൂർണ്ണമായുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ തക്കവണ്ണം അവസരങ്ങൾ ഉണ്ടാവുക, ഇവയ്ക്കൊക്കെ തന്നെ തൊഴിൽ മേഖലകളിൽ അഥവാ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ സാധ്യതയുണ്ട്. ഉപരിപഠനാർത്ഥം കഴിഞ്ഞ 2-3 മാസമായിട്ട് വികസിത രാഷ്ട്രത്തിലേക്ക് പരിശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. ഈ മാസത്തിൽ തന്നെ വിദേശത്ത് എത്തിച്ചേരുവാനും സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷം എന്ന സങ്കല്പത്തോടുകൂടി പ്രവേശനം ലഭിക്കുവാനും ഇടയുണ്ട്. പൗരാണിക ശാസ്ത്രത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടും മനസ്സിനെ ധ്രുവീകരിക്കുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വളരെ ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. അന്തിമ നിമിഷത്തിൽ അവധി ലഭിക്കുന്നത് വഴി സെപ്റ്റംബർ മാസത്തിൽ ഓണാഘോഷത്തിന് പങ്കെടുക്കുവാനായിട്ട് ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടവരും. ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകുന്നത് വഴി ആശ്വാസവും സമാധാനവും ആത്മാഭിമാനവും ഉണ്ടാകുവാനിടയുണ്ട്. അഹംഭാവം ഒഴിവാക്കി സുതാര്യതയുള്ള സമീപനം സ്വീകരിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും. ദേഹസംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് വ്യായാമത്തിന്റെ
പരിശീലനത്തിന് അഥവാ യോഗ പരിശീലനത്തിന് തുടങ്ങി വയ്ക്കുവാനും അതിന് ചേരുവാനും സാധ്യത കാണുന്നു. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും അവസരവും വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വഴി ഒരുപക്ഷെ ആശ്ചര്യം അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട്. കാര്യനിർവഹണ ശക്തി, ഉത്സാഹം, ഉന്മേഷം എന്നിവ ഉണ്ടാവുകയും അതിനനുസൃതമായിട്ടുള്ള അവസരങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും സാധ്യത കാണുന്നു. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് അസൂയാവഹമായിട്ടുള്ള പല കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ഇതൊന്നും തൻ്റെതായിട്ടുള്ള കഴിവുകളെ കൊണ്ടല്ല, സാഹചര്യങ്ങളെ കൊണ്ടാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കുക, അല്ലെങ്കിൽ ഒരു അഹംഭാവം ഒഴിവാക്കിക്കൊണ്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ അവസരം വന്നു ചേരും. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ പുണ്യതീർത്ഥയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരും. ഒപ്പം തന്നെ വിനോദയാത്രയ്ക്ക് പോലും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കുന്ന വിധത്തിൽ പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ അടുത്ത തലമുറയുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും. ഗവൺമെന്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പരീക്ഷകളിലെല്ലാം തന്നെ തൃപ്തികരമാകും വിധത്തിൽ അവതരിപ്പിക്കുവാനും അവലംബിക്കുവാനും യോഗം കാണുന്നുണ്ട്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ അവസരം വന്നു ചേരും. മേലധികാരി ചെയ്തു വെച്ചതായിട്ടുള്ള പല വിധത്തിലുള്ള അബദ്ധങ്ങളും തിരുത്തുന്നതിന് ഭാഗമായിട്ട് ഈ ഒരു മാസം കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും. ഒരുപക്ഷെ ശനി ഞായർ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ ഈ വക കാര്യങ്ങളെല്ലാം തന്നെ മേലധികാരികളെ രേഖാപരമായിട്ട് ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും സർവാത്മന മനസ്സിനും കുടുംബത്തിലും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.